ജാതി കേസുകാരനെ കോടതി കണ്ടം വഴി ഓടിച്ചു. കിറ്റക്സ് സാബുവിൻ്റെ വിപണി മൂല്യം ജനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് 265 കോടിയായി ഉയർത്തി. മായാവിയെ പിടിക്കുവാൻ കുട്ടൂസനും ഡാഹിനിയും നടത്തുന്ന കൊസ്രക്കൊള്ളി പരിപാടികൾ അവസാനം 8 നിലയിൽ പൊളിഞ്ഞ് ബൂമറാങ്ങായി ഒടുക്കം അവരുടെ നെഞ്ചിൽ തന്നെ കൊണ്ട് നിലവിളിക്കുന്ന കഥ വായിച്ച് സിറിച്ച് ഊപ്പാടുവന്ന മലയാളികൾക്ക് അതുപോലെ ഇപ്പോൾ സിറിക്കാൻ പറ്റുന്നത് നീചന് പറ്റുന്ന അമളികൾ കണ്ടാണ്. നിനക്കൊരു പണിയുമില്ലടാ മലരെ എന്നാണ് ഇതൊക്കെ കണ്ട് നാട്ടുകാർ ചോദിക്കുന്നത്. ബാലരമയിലെ ഈ ക്ഷുദ്ര കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ചില കഥാപാത്രങ്ങളുണ്ട് അങ്ങ് കുന്നത്ത് നാട്ടിൽ. ഓരോ ദിവസവും ചാരത്തിൽ നിന്നും ഇവറ്റകൾ ചാടി എഴുന്നേൽക്കുന്നത് സാബു ജേക്കബിനെ എങ്ങനെ ചൊറിയാം എന്നാലോചിച്ചാണ്. ചൊറിയാൻ വന്ന് മാന്തും മേടിച്ചു പോയാലും നാണം എന്നൊരു വികാരം ജന്മന ഇല്ലാത്തത് കൊണ്ടാവാം അടുത്ത ദിവസം ഇവറ്റകൾ ഇറങ്ങും വീണ്ടും. എന്നാൽ ഓരോ തവണയും ഇവറ്റകൾ ഉടായ്പകളുമായി വരുമ്പോൾ അത് സെൽഫ് ഗോളായി മാറുകയും സാബു ജേക്കബ് ഒടുക്കം സ്റ്റാറായി മാറുകയും ചെയ്യുന്ന തഗ് കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് സെൻസെക്സ് ക്ലോസ് ചെയ്തപ്പോൾ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കിറ്റക്സ് ഗ്രൂപ്പിന്റെ മൂല്യം കുതിച്ചുയർന്ന് 265 കോടി രൂപയായി. എത്രയാണ്? 265 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ടാണ് ഇതെന്ന് ഓർക്കണം. ഈ നേട്ടം എങ്ങനെ സാധിച്ചു? ഈ ജാതി കേസ് കൊണ്ട് സാബു ജേക്കബിന് ചില്ലറ നേട്ടമല്ല ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഇതുപോലൊരു കള്ള ജാതി കേസ് കൊടുത്ത് മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞപ്പോൾ കിറ്റക്സ് ഗ്രൂപ്പിന്റെ വിപണി മൂല്യം സർവകാല റെക്കോർഡിൽ അന്ന് ക്ലോസ് ചെയ്തു. അന്ന് ഒറ്റ ദിവസം കൊണ്ട് കൂടിയ മൂല്യം 300 കോടി രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ലാഭമുള്ള കച്ചവടമാണ്. ഉർവശി ശാപം ഉപകാരമാക്കുന്ന വിദ്യ അദ്ദേഹത്തിന് വശമാണ് എന്ന് വേണം കരുതാൻ. കിറ്റക്സിന്റെ ഓഹരി ഉടമകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നീചന്മാർക്കെന്നും കുരുപൊട്ടണേ ദൈവമേ, ഇവന്മാർ എന്നും കേസുമായി പോകണേ ദൈവമേ എന്നാണ്. കിറ്റക്സ് സാബുവിനെതിരെ എത്രത്തോളം കള്ളക്കേസുകൾ കൊടുക്കുന്നോ അത്രത്തോളം അദ്ദേഹത്തിന്റെ ഷെയർ വാല്യൂവും വിപണി മൂല്യവും ബ്രാൻഡ് ഇമേജും വർദ്ധിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് i2i ന്യൂസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 ഐക്യദാർഢ്യവുമായി ഒരൊറ്റ മനുഷ്യർ പോലും അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ മോശം പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ഓരോ എൻഡോഴ്സ്മെന്റും ഇവരുടെ വിപണി മൂല്യം ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഓരോ ജനങ്ങളുടെയും എൻഡോഴ്സ്മെന്റ് നിക്ഷേപകരോട് വിളിച്ചു പറയുന്നത് ഇത് ആത്മാവുള്ള പ്രസ്ഥാനമാണ്, ഇവരെ വിശ്വസിക്കാം, ഇവരിൽ നിക്ഷേപിക്കാം എന്നാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ 8 ദിവസം കൊണ്ട് 2020 പാർട്ടിയിലേക്ക് 1,35,000 അംഗങ്ങളും ഓൺലൈനായി ചേർന്ന് കഴിഞ്ഞു. ഒരു ജാതി കേസിട്ടാൽ ജാമ്യമില്ലാതെ പിടിച്ചകത്തിടാം എന്ന് കരുതി കഴിഞ്ഞ ദിവസം ശ്രീനിജൻ MLA നൽകിയ പരാതിയിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് സാബു ജേക്കബിനെതിരെ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ശ്രീനിജൻ പരാതി കൊടുത്തിട്ട് ദിവസങ്ങളായിട്ടും ആ വകുപ്പ് നിൽക്കാൻ യാതൊരു സാധ്യതകളും ഇല്ലാതിനെ തുടർന്ന് പുത്തൻകുരിശ് DYSPയും SHOയും കേസെടുത്തിരുന്നില്ല. രാഷ്ട്രീയ സമ്മർദ്ദം സഹിക്കാതായപ്പോൾ 153 ഒരു കേസും എടുത്തിരുന്നു. എന്നാൽ തീവട്ടികൾ പറഞ്ഞ വകുപ്പിട്ട് കൊടുക്കാത്തതിനെ തുടർന്ന് സത്യസന്ധരായ നട്ടലുള്ള DYSPയെയും SHOയെയും സ്ഥലം മാറ്റി. ഇവിടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരാളെ മലപ്പുറത്തു നിന്നും ഇറക്കുമതി ചെയ്തു. അദ്ദേഹം ചാർജ് എടുത്ത അന്ന് തന്നെ ജാതി അധിക്ഷേപത്തിന് കേസെടുത്ത് നന്ദി പ്രകാശിപ്പിച്ചു. എന്നാൽ ഇട്ട വകുപ്പ് ഈ കേസിൽ നിലനിൽക്കില്ലെന്നും ക്വാഷ് ചെയ്ത് കളയണമെന്നും ആവശ്യപ്പെട്ട് സാബു ജേക്കബ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സ്ഥിരം ജാതി കേസുമായി കയറിയിറങ്ങുന്ന ഈ കുരുപ്പുകളുടെ കേസെടുത്ത് അയ്യത്ത് കളഞ്ഞു. സാബു ജേക്കബിനെതിരെയുള്ള അറസ്റ്റ് തടയുകയും വിവരങ്ങൾ ചോദിക്കുവാൻ നോട്ടീസ് നൽകി രാവിലെ 10-നും ഉച്ചയ്ക്ക് 12-നും ഇടയ്ക്ക് വിളിക്കാം, 2 മണിക്കൂറിനുള്ളിൽ വിട്ടയക്കണമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. അതോടെ ഊഞ്ഞാലായി എന്ന പാട്ടും പാടി കുരുപ്പുകൾ വീട്ടിലോട്ട് പോയി. ഈ വാർത്ത പുറത്തു വരുമ്പോൾ വീണ്ടും സാബു ജേക്കബിന്റെ വിപണി മൂല്യം കൂടും. കഴിഞ്ഞ തവണ ലവൺ വിളിക്കാത്ത സമ്മേളനത്തിന് വലിഞ്ഞു കയറി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എഴുന്നേറ്റ് പോയത് ജാതിപരമായ അധിക്ഷേപമാണെന്നും പറഞ്ഞ് അവിടെ ഇല്ലാതിരുന്ന ആ സമയത്ത് തന്റെ ഓഫീസിലായിരുന്ന സാബു ജേക്കബിനെതിരെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എഴുന്നേറ്റ് പോയതെന്ന് കാണിച്ച് ജാതിപരമായി അധിക്ഷേപിച്ചു എന്ന് കാണിച്ച് കേസ് കൊടുത്തത്. ഇതിപ്പോൾ 2ാം തവണയാണ് സാബു ജേക്കബിനെതിരെ ജാതിപരമായി അധിക്ഷേപിച്ചു എന്ന് കാട്ടി കേസ് കൊടുത്തിരിക്കുന്നത്. എന്തൊരു നാടാണിത്! 1,72,00,000 രൂപ മകളുടെ അക്കൗണ്ടിലേക്ക് കോഴ മേടിച്ച മോനെതിരെയും മോൾക്കെതിരെയും യാതൊരു നടപടിയുമില്ല. സാബു ജേക്കബിന്റെ സ്ഥാപനത്തിന് മുന്നിൽ വന്നു നിന്ന് പച്ച തെറിവിളിക്കുകയും വധഭീഷണി മുഴക്കുകയും കോലം കത്തിക്കുകയും ചെയ്തവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലുമില്ല. സാബു ജേക്കബിനെ പോലെയുള്ള ലോകമാദരിക്കുന്ന
ഒരു വ്യവസായിക്ക് പോലും ഈ നാട്ടിൽ ജീവിക്കുവാൻ പറ്റുന്നില്ല. പിന്നെ സാധാരണക്കാരായ നമുക്കെങ്ങനെ സാധിക്കും? കേരളത്തെ ബാധിച്ച ഈ ബാധ കുറ്റിച്ചൂലെടുത്തതുകൊണ്ടോ, തള്ളയ്ക്ക് വിളിച്ചതുകൊണ്ടോ, രാസായുധം പ്രയോഗിച്ചതുകൊണ്ടോ, പ്രാർത്ഥനയാലോ ഉപവാസത്താലോ നീങ്ങിപ്പോകില്ല. 2 കൊല്ലം കൂടി അനുഭവിച്ചേ മതിയാവും. അത് കഴിഞ്ഞാൽ ഈ വിരൽ കൊണ്ടൊരു പ്രയോഗമുണ്ട്, അതിന് നാം തയ്യാറെടുക്കുക. അതുകൊണ്ട് സാബു ജേക്കബിന് സംരക്ഷണം ഒരുക്കേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സാബു ജേക്കബിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ 2020യെ ശക്തിപ്പെടുത്തുക. ഇതുവരെ അംഗമാകാത്ത എല്ലാവരും ഇന്ന് തന്നെ അംഗമാകുക. മാറ്റത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടാം. 2020യിൽ ഓൺലൈൻ അംഗത്വം എടുക്കുവാനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അംഗമാകാം. അതുപോലെ ഈ വാർത്തയും ലിങ്കും നിങ്ങൾ പരമാവധി ജനങ്ങൾക്ക് അയച്ചു കൊടുക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.